ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് മീസിൽസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് മുതിർന്നവരിലും കണ്ടുവരുന്നു. അതുകൊണ്ട് മീസിൽസ് അഥവാ അഞ്ചാം പനിയെപ്പറ്റി ഒരു ബേസിക് അവയർനെസ് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എങ്ങനെ നമുക്ക് മീസിൽസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. മീസിൽസ് എന്ന അസുഖം ഉണ്ടാക്കുന്നത് പാരാമിക്സോവിറിഡേ ഫാമിലിയിൽപ്പെട്ട ഒരു തരം വൈറസാണ്. ഇത് സാധാരണഗതിയിൽ ചെറിയ കുട്ടികളിലാണ് കാണുക. കുഞ്ഞ് ജനിച്ച് ഒരു 6 മാസം ആവുന്നതുവരെയുള്ള കുഞ്ഞുങ്ങളിൽ മീസിൽസ് സാധാരണഗതിയിൽ കാണാറില്ല. അമ്മയിൽ നിന്നുള്ള ആൻറ്റിബോഡി പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് മീസിൽസ് തീരെ ചെറിയ പ്രായത്തിൽ കാണാത്തത്. ചെറിയ പനി, ജലദോഷം, തൊണ്ടവേദന, ദേഹമാസകലം, ചുവന്ന് തിണർത്ത റാഷുകൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ചിലപ്പോൾ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി ലങ്സിൽ ന്യൂമോണിയ, ബ്രെയിനിലെ ഇൻഫെക്ഷനായ എൻസെഫലൈറ്റിസ്, ഇത്തരം കോംപ്ലിക്കേഷനുകൾ മീസിൽസ് ഉണ്ടാക്കാം. ഒരു ENT ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മീസിൽസ് പെട്ടെന്ന് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് മീസിൽസിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ തേടുക എന്നുള്ളത് പ്രധാനമാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ചുമ, പനി, ജലദോഷം, ചെവിയുടെ പിന്നിൽ നിന്ന് തുടങ്ങുന്ന റാഷ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ. കുട്ടികളിൽ ചിലപ്പോൾ വയറ്റിന്ന് പോക്കൽ, അതേപോലെ ഛർദി, പിന്നെ ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടേക്കാം. ഇതേപോലെ തന്നെ മീസിൽസ് ഉള്ള രോഗികൾ വായ തുറന്ന് നോക്കിയാൽ ചുവപ്പ് കലർന്ന വെള്ള പൊട്ടുകൾ കാണാം. ഇതിന് കോപ്ലിക് സ്പോട്സ് എന്ന് പറയുന്നു. കുട്ടികളിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ വയറ്റിന്ന് ലൂസായിട്ട് പോയാൽ ഡീഹൈഡ്രേഷൻ വന്ന് കുട്ടികളുടെ അവസ്ഥ ബുദ്ധിമുട്ടിലായേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ മരണത്തിന് ഒരു കാരണമായേക്കാവുന്ന രോഗമാണ് മീസിൽസ് എന്ന ഈ വൈറൽ ഇൻഫെക്ഷൻ. വളരെ പ്രാധാന്യത്തോടു കൂടി വേണം ഇത്തരം കേസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ഇനി മീസിൽസ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? മീസിൽസ് വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് MMR വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. 9 മാസമാവുമ്പോഴാണ് ഈ വാക്സിൻ്റെ ആദ്യത്തെ ഡോസ് വരുന്നത്. അടുത്ത ഡോസ് കുഞ്ഞിനൊരു 16 മാസം കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ മീസിൽസ് എന്ന അസുഖത്തിൽ നിന്നുള്ള പ്രിവെൻഷന് ഏറ്റവും പ്രധാനപ്പെട്ടത് മീസിൽസ് വാക്സിനേഷൻ തന്നെയാണ്. ഇനി രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ഏറ്റവും പ്രധാനം ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകൾക്ക് പിന്നാലെ ഓടേണ്ടതില്ല. കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ മാത്രം വലിയ മരുന്നുകൾ എടുക്കേണ്ട ആവശ്യം വന്നേക്കാം. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പകരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മീസിൽസിൽ. മീസിൽസ് എന്ന ഈ അസുഖം 90% കമ്മ്യൂണിക്കബിൾ റേറ്റ് ഉള്ള ഒരു ഡിസീസാണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റേയാളിലേക്ക് വളരെ വേഗത്തിൽ രോഗം സ്പ്രെഡ് ചെയ്യാം. എങ്ങനെയാണ് ഈ അണുബാധ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? കണ്ണിൽ നിന്നുള്ള സ്രവത്തിൽ നിന്ന് ഈ രോഗം മറ്റൊരാളിലേക്ക് പകരാം. അതേപോലെ ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നുമൊക്കെയുള്ള ഡിസ്ചാർജിൽ നിന്നുള്ള ഡ്രോപ്ലെറ്റ്സും ഈ വൈറസ് ഉള്ളവയായിരിക്കാം. അതുകൊണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് നിൽക്കേണ്ടതാണ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ടോയ്സ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം മറ്റു കുട്ടികളിലേക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മീസിൽസിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവരെ ഒരു ആഴ്ചത്തേക്കെങ്കിലും സ്കൂളിൽ വിടാതിരിക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കും മീസിൽസിൻ്റെ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നു. അങ്ങനെയുള്ളവർ വീട്ടിൽ തന്നെ നിന്ന് സാമൂഹിക അകലം പാലിച്ച് വർക്ക് പ്ലേസിൽ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീസിൽസ് എന്ന അസുഖം നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. ന്യൂമോണിയ, എൻസെഫലൈറ്റിസ് തുടങ്ങിയവ ബാധിച്ചാൽ രോഗം ചിലപ്പോൾ മൂർച്ഛിച്ചേക്കാം. അതുകൊണ്ട് മീസിൽസിൽ നിന്ന് പ്രതിരോധിക്കാൻ മീസിൽസ് വാക്സിനേഷൻ നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കണം. ഒരു മീസിൽസ് രോഗിയിൽ നിന്ന് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്ന ഓപ്ഷനും മീസിൽസ് വാക്സിനുണ്ട്. അതുകൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ആളുമായിട്ട് അടുത്തിടപഴകി കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ സമീപിച്ച് ഈ ഒരു വാക്സിനേഷൻ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എടുക്കേണ്ടതുണ്ടോ എന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ മീസിൽസ് എന്ന ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.